കേൾക്കാത്ത കഥകൾക്കായി കാതോക്കാം. ഉയരങ്ങൾ താണ്ടി പറക്കാവുന്നായി യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. ഹാഡി ഫ്രണ്ട്സ്, വെൽക്കം ടു യൂറോപ്യൻ ഡയറി. അപ്പോൾ ഇന്ന് ഓസ്ട്രിയൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്ന് നമ്മുടെ യൂറോപ്യൻ ഡയറി ഫാമിലിയെയും കൊണ്ടിട്ടൊരു ടൂറ് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൂറ് ഗൈഡാണ് ഇന്ന് ഞാൻ. നിങ്ങളെല്ലാവരും വിയന്ന എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങളെ സ്വീകരിക്കാനായിട്ട് വിയന്ന എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. വിയന്ന എയർപോർട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമാണ് നഗര ഹൃദയത്തിലേക്കുള്ളത്. എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്ക് ബസ്സിലോ ട്രെയിനിലോ ടാക്സിയിലോ ഒക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ടാക്സിയിലാണെങ്കിൽ 30 യൂറോ, ഏകദേശം 2400 രൂപയോളം ആവും. നമ്മുടെ വിയന്നയിലുള്ള ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെയാണ്. വളരെ ചീപ്പാണ്, അതുപോലെ തന്നെ വളരെ ഫ്രീക്വൻസി വളരെ കൂടുതലുമാണ്. ആദ്യം എയർപോർട്ടിൽ നിന്ന് ലഗേജൊക്കെ അപ്പാർട്ട്മെന്റിലോ ഹോട്ടലിലോ ഒക്കെ വെച്ചിട്ട് നേരെ നമുക്ക് ടൂറ് തുടങ്ങാം. വിയന്ന നഗരത്തിന്റെ ജിയോഗ്രഫിക്കൽ സെന്ററായ സ്റ്റെഫൻസ് പ്ലാറ്റ്സിൽ നിന്ന് നമുക്ക് ഈ ടൂർ ആരംഭിക്കാം. ഈ നഗരത്തിൽ ജീവിക്കുന്നവർക്കും സന്ദർശകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ സ്റ്റെഫൻസ് പ്ലാറ്റ്സ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയപ്പെടുന്ന സ്റ്റെഫൻസ് സ്ക്വയർ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നഗരമാണ് വിയന്ന. അപ്പോൾ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് പ്രത്യേകം ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം. വിയന്നയിലെ പ്രധാന ആകർഷണമായ സ്റ്റെഫാൻസ് കിർഹെ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയപ്പെടുന്ന സെന്റ് സ്റ്റെഫൻസ് കത്തീഡ്രലിന്റെ സമീപ പ്രദേശമായതുകൊണ്ടിട്ടാണ് ഈ സ്ഥലത്തിന് സ്റ്റെഫാൻസ് പ്ലാറ്റ്സ് എന്ന് പേര് വന്നത്. അവധി ദിവസങ്ങളിലും ആഴ്ച അവസാനവും അതുപോലെ വൈകിട്ട് സമയങ്ങളിലെല്ലാം ഇവിടെ താരതമ്യേന തിരക്ക് കൂടുതലായിരിക്കും. വിയന്നയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രധാന കാഴ്ചകളുടെ അടുത്ത് കാണുന്ന കോഫി ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ താരതമ്യേന റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രധാന കാഴ്ചകളുടെ അടുത്തിരുന്നൊരു കോഫി കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. സ്റ്റെഫാൻസ് ഡോമിൻ്റെ 4 ചുറ്റാകയും ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ചിലത് വ്യാവസായിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതും മറ്റു ചിലത് താമസത്തിനായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. ഓസ്ട്രിയക്കാരല്ലാത്ത വിദേശ കോടീശ്വരന്മാർക്കും ഈ ഏരിയയിലൊക്കെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. വെളിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ടു തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെഫാൻസ് ഡോം പള്ളിക്ക് അകത്ത് കയറി അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ചരിത്രങ്ങളിലും ജനങ്ങളുടെ മനസ്സിലും ഒരേപോലെ ഇടം പിടിച്ചിട്ടുള്ള സ്റ്റെഫാൻസ് ഡോമിന് 800 വർഷം പഴക്കമുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ സ്ഥലത്തെക്കുറിച്ചും ഡീറ്റെയിലിംഗ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വിയന്നെ ഓടിച്ച് എല്ലാ സ്ഥലങ്ങളോടൊന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഡോമിൻ്റെ നോർത്ത് ടവറിലേക്കൊന്ന് പോവാം. അഡൽട്ട്സിന് വരുന്നത് 6 യൂറോ വേണം, 480 രൂപ വരും. പിള്ളേർക്ക് വരുന്നത് കൊച്ചുങ്ങൾക്ക് വരുന്നത് 2 യൂറോ 50 സെൻറ്റാണ്. ഇതാണ് കേട്ടോ, ഇതാണ് ടിക്കറ്റ്. ഇപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. മാസ്ക് വെക്കണം, മാസ്ക്. ഒരു റൗണ്ട് കണക്കുള്ള ഒരു ചെറിയ ലിഫ്റ്റാണ്, 3 പേർക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇതിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളിലൂടെ നിങ്ങളെ കാണിക്കാം. ഏതൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും അവിടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എൻ്റെ ഫേവറേറ്റ് ആണത്. നിങ്ങളവിടെ കാണിച്ചു തരാം. നമ്മൾ സൗത്ത് ടവറിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണാം. പക്ഷേ സൗത്ത് ടവറിൽ കയറാനായിട്ട് ലിഫ്റ്റ് ഇല്ല, നമ്മൾ പടി കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഇതാണ് സ്റ്റെഫാൻസ് ഡോം നോർത്ത് ടവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആംഗിൾ. Das ist der Stephansdom, das ist eine der Hauptsehenswürdigkeiten in Wien und man sollte unbedingt hier auf den Stephansdom, auf den Nordturm hinauffahren. Can't you see I'm so high?
യൂറോപ്പിൽ തന്നെ മികച്ച നഗരങ്ങളിലൊന്നാണ് വിയന്ന. കഴിഞ്ഞ വർഷങ്ങളിൽ മോസ്റ്റ് ലിവബിൾ സിറ്റിയായി തിരഞ്ഞെടുത്ത വിയന്നയിൽ ഉയർന്ന ജീവിത നിലവാരവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ഓസ്ട്രിയയിൽ ആര് ഭരണത്തിൽ വന്നാലും ജനസേവനത്തിൽ വിട്ടുവീഴ്ച വരുത്താറില്ല. ഇവിടെ നിന്നിങ്ങനെ താഴേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേയില്ല. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. രാജ്യത്തിലെ പല ഭാഗങ്ങളെയും പോലെ തന്നെ വൃത്തിയാണ് ഈ നഗരത്തിൻ്റെ വേറൊരു പ്രത്യേകത. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, തോന്നിയ സ്ഥലത്ത് ചപ്പുചവറുകൾ വാരിയെറിയുകയോ കെട്ടിടങ്ങളുടെയും മതിലുകളുടെയും ചുവരുകൾ പോസ്റ്ററുകളോ പരസ്യങ്ങളോ നിരത്തി വൃത്തിഹീനമാക്കിയിട്ടൊന്നുമില്ല. അറിവ് വെച്ചു വരുന്നൊരു കുട്ടി മുതൽ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് വരെ അറിയാം എവിടെയാണ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ കൂടെ പലപ്പോഴും പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഉള്ള ആൾക്കാർ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം അവർ വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കും, ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടെ ഒരു ട്രഡീഷൻ എന്ന് പറയത്തില്ല, ടൈം പാസ്സാണ്. നമ്മുടെ നാട്ടിൽ വായി നോക്കുന്നത് ഇവിടെ ആണും പെണ്ണും എല്ലാവരും ഇരുന്ന് വായി നോക്കും. നമ്മുടെ നാട്ടിൽ ആൺപിള്ളേർ മാത്രമാണല്ലോ പോയിട്ട് പലപ്പോഴും വായി നോക്കാറുള്ളത് സാധാരണയായിട്ട് പബ്ലിക്കായിട്ട്. ഇവിടെ ആണും നോക്കും പെണ്ണും നോക്കും. വായി നോക്കാൻ പറ്റിയൊരു സ്ഥലം കൂടാണ് ഈ വിയന്ന സിറ്റിയിലുള്ള കോഫി ഷോപ്പുകൾ. ഇനി സ്റ്റെഫാൻസ് പ്ലാറ്റ്സിൽ നിന്ന് നമുക്ക് ഗ്രാബൻ സ്ട്രീറ്റിലോട്ട് പോകാം. വിയന്നയിൽ ചരിത്രപ്രധാനമായ സമാനമായ വിവിധ തെരുവുകളുണ്ടെങ്കിലും ഓരോന്നിലൂടെയും കാഴ്ചകൾ കണ്ടു നടക്കുന്നത് ഒരു അനുഭവം തന്നെയാണ്. ഗ്രാബനിൽ ചരിത്രപ്രധാനമായ പെസ്റ്റ് സോയിലെ എന്ന് ജർമ്മൻ ഭാഷയിൽ അറിയപ്പെടുന്ന പ്ലേഗ് കോളമാണിത്. 17-ാം നൂറ്റാണ്ടിൽ പടർന്നു പിടിച്ച മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മഹാമാരികളിലൊന്നായിരുന്ന ബ്ലാക്ക് ഡെത്ത് അഥവാ പ്ലേഗ് ബാധ കാരണം മരിച്ചവരുടെ ഓർമ്മയ്ക്കായി പണിതീർത്ത പ്രതിമയാണിത്. സിംഗിളായിട്ട് വരുന്ന നമ്മുടെ മച്ചന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള നല്ല കിട്ടിലും നല്ല പെൺപിള്ളേർ ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിലൊരു റോസാപ്പൂവൊക്കെ തരും. അത് കാണുമ്പോൾ പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു പോകും. ഞാൻ വാങ്ങിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള കണക്ക് നമ്മളൊരു റോസാപ്പൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു 10 യൂറോ 5 യൂറോ കൊടുക്കാതെ എവിടെമാർ നമ്മളെ വിടത്തില്ല. ഇൻ കേസ് കൊടുക്കത്തില്ലെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഒരു വല്ലാത്ത രീതിയിലുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൂട്ടിക്കളയും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നാണക്കേട് കാരണം നമ്മൾ പെട്ടെന്ന് കൊടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും പെൺപിള്ളേർ നിങ്ങൾക്ക് റോസാപ്പൂവൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങിക്കരുത്. ഓക്കെ, മ്യൂസിയങ്ങളാലും പാലസുകളാലും ഷോപ്പിംഗ് സ്ട്രീറ്റുകളാലും വളരെ മനോഹരവും ചരിത്രപ്രധാനവുമായ പള്ളികളാലും ക്ലാസിക് രീതിയിലുള്ള കെട്ടിടങ്ങളാലും മറ്റു പ്രധാന ആകർഷണങ്ങളാലും നിറഞ്ഞ വിയന്ന നഗരത്തിൽ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ദിവസങ്ങളോളം കാണാനുള്ള കാഴ്ചകളും അറിയാനുള്ള അറിവുകളുമുണ്ട്. ഗ്രാബനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ കോൾമാർക്ക് സ്ട്രീറ്റിലേക്ക് നമുക്ക് എത്താം. വിയന്നയിലെ പ്രധാന തെരുവുകൾപ്പെടുന്ന ഗ്രാബനിലും കോൾമാർക്കിലും ഒക്കെ മറ്റുള്ള സ്ട്രീറ്റുകളെ പോലെ തന്നെ ഒരുപാട് ലക്ഷറി ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. വിയന്നയിലെ പ്രധാന കാഴ്ചകളെല്ലാം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. ചരിത്രങ്ങളും പരമ്പരാഗത സംസ്കാരങ്ങളും ആധുനിക കാലത്തിലെ വികസനങ്ങളും ഒരേ സമയം കാണാൻ കഴിയുന്ന നഗരമാണ് വിയന്ന. കോൾമാർക്കിൽ നിന്ന് നേരെ നടന്നാൽ മിഹൈലർ പ്ലാറ്റ്സിലെത്താം. കോൾ മാർക്കറ്റ് സ്ട്രീറ്റിൽ നിന്ന് ഹോഫ്ബുർഗ് കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണിത്. ഇത് 3500 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ റോമൻ ആധിപത്യത്തിലായിരുന്ന സമയത്ത് പണിത റോമൻ കെട്ടിടങ്ങളുടെ അവശിഷ്ടമാണ്. ഇന്ന് വിയന്ന നഗരങ്ങളിൽ മിക്കയിടങ്ങളിലും രാജഭരണകാലത്തുണ്ടായിരുന്നത് പോലത്തെ കുതിരവണ്ടികളിൽ സവാരി നടത്താൻ പറ്റും. വിയന്ന സന്ദർശിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ജനതയും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താറുണ്ട്. 5 പേർക്ക് 20 മിനിറ്റ് നഗരത്തിൻ്റെ ഒരു ഭാഗം ചുറ്റിക്കാണുന്നതിന് 55 യൂറോയാണ്. ഏകദേശം 4500 രൂപയ്ക്ക് മുകളിൽ വരും. സവാരി ചെയ്തില്ലെങ്കിൽ പോലും ഈ കുതിരവണ്ടിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് മിക്ക ആൾക്കാരും തിരിച്ചു പോകാറുള്ളത്. ഈ കുതിരവണ്ടി ഇങ്ങനെ പോകുന്നത് എത്ര നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാലും മടുക്കാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ കുതിരകളൊക്കെ ഒരുപാട് കൂട്ടം കൂടി ഇവിടെയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ കുതിരകളൊക്കെ ഇവിടെ നിന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുതിര ചാണകമിട്ടാൽ റോഡിൽ വീണ് വൃത്തികേടാവാതിരിക്കാൻ കുതിര ചാണകം ശേഖരിക്കാൻ കുതിരയുടെ പിറകിലൊരു സഞ്ചി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് കവാടത്തിനകത്തേക്ക് പോവാം.
അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ പച്ച ഡോമിൻ്റെ അകഭാഗമൊക്കെ ഒന്ന് കാണാൻ പറ്റും. അതുപോലെ വലത് സൈഡിൽ സിസി മ്യൂസിയവും ഇടത് സൈഡിൽ ലിപ്പിസാനർ കുതിരകളെ പരിശീലനം ചെയ്യിപ്പിക്കുന്ന സ്പാനിഷ് റൈഡിംഗ് സ്കൂളുമാണ്. വളരെ സ്പെഷ്യലും സുന്ദരികളുമായ ഈ ലിപ്പിസാന കുതിരകളുടെ പ്രകടനങ്ങളും ട്രെയിനിങ്ങുകളും ഉൾപ്പെടെ പല രീതിയിലുള്ള സേവനങ്ങളും സ്പാനിഷ് റൈഡിംഗ് സ്കൂള് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ യൂറോപ്യൻ ഡയറി തുടങ്ങിയ സമയം മുതൽ തന്നെ വിയന്നയുടെ എപ്പിസോഡ് ചെയ്യാനായിട്ട് പല സമയങ്ങളിലായി ഒരുപാട് വീഡിയോ എടുത്തിരുന്നു. പക്ഷേ പലപ്പോഴും ഒരു സമ്പൂർണ്ണത തോന്നാത്തതുകൊണ്ട് വീഡിയോ തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. ഈ എപ്പിസോഡിലും പല സമയങ്ങളിലായി എടുത്ത വീഡിയോകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അകത്തേക്ക് പോയാൽ 4 ചുറ്റും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു 4 കെട്ടിലേക്ക് എത്തും. ഇവിടെയും കുറേ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാൽ കോട്ടയുടെ മുന്നിലുള്ള ഹെൽഡൻ പ്ലാറ്റ്സിലേക്ക് എത്തും. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിലെ സിറ്റികളിൽ പ്ലാറ്റ്സ് ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ, ഉദാഹരണം മിഖായൽ പ്ലാറ്റ്സ്, സ്റ്റെഫാൻസ് പ്ലാറ്റ്സ്, ഹെൽഡൻ പ്ലാറ്റ്സ് എന്നിവയൊക്കെ സ്ക്വയർ അഥവാ ചതുരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രാജഭരണം നിലനിന്നിരുന്ന വിയന്നയിൽ നിരവധി കൊട്ടാരങ്ങളുണ്ട്. അതിൽ ഹാബ്സ്ബുർഗ് ചക്രവർത്തിമാരുടെ പ്രധാന കൊട്ടാരമായിരുന്ന ഹോഫ്ബുർഗ് പാലസാണിത്. ഇന്ന് ഓസ്ട്രിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും വർക്ക് പ്ലേസും വിവിധ മ്യൂസിയങ്ങളും ഉൾപ്പെടെയുള്ള ഹോഫ്ബുർഗ് പാലസ് ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയങ്ങളിലൊന്നാണ്. ജനപ്രിയനായ ഡോക്ടർ ഫാൻ ദർ ബെല്ലനാണ് ഇപ്പോൾ ഓസ്ട്രിയൻ പ്രസിഡന്റ്. കൂടാതെ അവരുടെ സമ്മർ പാലസും വിയന്നയിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടതുമായ ഷേൺബ്രൂൺ പാലസിൻ്റെ ഒരു വീഡിയോ യൂറോപ്യൻ ഡയറിയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഷേൺബ്രൂൺ പാലസിലേക്ക് വരുമ്പോൾ സമയമുണ്ടെങ്കിൽ അതല്ല കുട്ടികളെയൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ വിയന്നയിലെ മൃഗശാലയും സന്ദർശിക്കാം. പാലസുകളോടും ചരിത്രങ്ങളോടും താല്പര്യമുള്ളവർക്ക് ബെൽവെദേറെ പാലസ് ഉൾപ്പെടെ വീണ്ടും നിരവധി പാലസുകളൊക്കെ വിയന്നയിൽ സന്ദർശിക്കാനായിട്ടുണ്ട്. ബെൽവെദേറെ പാലസും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പാലസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഷേൺബ്രൂണും ബെൽവെദേറും അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്ഥലങ്ങളിലോട്ട് പോകുന്നതാണ് നല്ലത്. എല്ലാ കെട്ടിടങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലെ അകത്ത് കയറാൻ താല്പര്യമില്ലാത്തവരെയും ഈ കെട്ടിടങ്ങളൊന്നും നിരാശപ്പെടുത്തില്ല. മ്യൂസിയങ്ങളിൽ കണ്ടിരിക്കേണ്ട 2 കെട്ടിടങ്ങളാണ് ഈ നാച്ചുറൽ ഹിസ്റ്ററിയുടെ മ്യൂസിയവും അതുപോലെ ആർട്ട് ഹിസ്റ്ററിയുടെ മ്യൂസിയവും. രണ്ടും ഒരേ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഹാബ്സ്ബുർഗ് ചക്രവർത്തി കുടുംബത്തിലെ ഒരേ ഒരു ചക്രവർത്തിനിയായിരുന്ന മറിയ തെരേസ്യ ചക്രവർത്തിനിയുടെ പ്രതിമയാണ്. വിയന്നയിൽ ഒരുപാട് പ്രമുഖരുടെ പ്രതിമകൾ നമുക്കിങ്ങനെ കാണാം. ഓരോ പ്രതിമയുടെ പിന്നിലും വായിച്ചാലും തീരാത്ത ചരിത്രങ്ങളും ഉണ്ടാവും. ഇവിടെ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന ശക്തയായ ചക്രവർത്തിനിയായിരുന്നു മറിയ തെരേസ്യ. ചരിത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള വിയന്നയിൽ 100-ൽ കൂടുതൽ മ്യൂസിയങ്ങളുണ്ട്. ഈ 2 മ്യൂസിയത്തിനും ഹോഫ്ബുർഗ് പാലസിനും ഇടയിലൂടെ നഗരത്തിന്റെ ഹൃദയത്തെ വലം വയ്ക്കുന്ന ഈ റോഡിന്റെ പേരാണ് റിംഗ് റോഡ്. മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹോഫ്ബുർഗ് പാലസിലേക്ക് നോക്കിയിട്ട് റിംഗ് റോഡിലൂടെ വലത്തേക്ക് പോയാൽ ഒപ്പേറ ഹൗസും ഇടത്തേക്ക് പോയാൽ പാർലമെന്റും ടൗൺ ഹാളും ബുർഗ് തിയേറ്ററും ഒക്കെയാണ്. ആദ്യം നമുക്ക് ഒപ്പേറ ഹൗസിലോട്ടൊന്ന് പോവാം. അപ്പോൾ നമ്മൾ ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സിറ്റി സൈറ്റ് സീയിങ് ടൂറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ ബിഗ് ബസ് അങ്ങനെ പല രീതിയിലുള്ള സൈറ്റ് സീയിങ് ബസ്സുകൾ ടൂറുകൾ കിട്ടാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുവാണ്, 1-2 ദിവസം വളരെ കുറച്ച് സമയമുള്ളതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഈ ടിക്കറ്റ് എടുത്തിട്ട് ഫുള്ള് കറങ്ങാനായിട്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അവർ കൊണ്ടുപോയിട്ട് കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ഒപ്പേറ ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം.
സംഗീതത്തിന്റെ നഗരമെന്നറിയപ്പെടുന്ന വിയന്ന ഏതൊരു സംഗീതജ്ഞന്റെയും അഭിലാഷമാണ്. മറ്റുള്ള നഗരങ്ങളിൽ വസിച്ചിരുന്നതിനേക്കാൾ സംഗീതജ്ഞർ ജീവിച്ചിരുന്ന നഗരമാണ് വിയന്ന. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ ഒപ്പേറ ഹൗസ് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് എപ്പോഴെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈഡഡ് ടൂറുകളുണ്ട്. അത് പല പല ഡിഫറെൻറ്റ് ടൈമിലൊക്കെ ആയിരിക്കും. ലോകപ്രശസ്തരായ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ഒപ്പേറ ബാൾ നടക്കുന്നതും ഈ ഒപ്പേറ ഹൗസിൽ തന്നെയാണ്. സംഗീതത്തിന് പ്രധാന പങ്കുള്ള പ്രത്യേകതരം പാശ്ചാത്യ നാടകമാണ് ഒപ്പേറ. അപ്പോൾ നമ്മുടെ ഒപ്പേറ ഹൗസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ആൽബർട്ടീന മ്യൂസിയം ഉള്ളത്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് അതും ഒന്ന് കാണാം. ഏകദേശം 65,000 ഡ്രോയിങ്ങുകളും ഏകദേശം 1 ദശലക്ഷം പഴയ മാസ്റ്റർ പ്രിൻ്റുകളും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ പ്രിൻറ്റിംഗ് റൂമുകളിലൊന്നാണ് ആൽബർട്ടീന മ്യൂസിയം. ഇവിടെ പിക്കാസോയുടേതുൾപ്പെടെ ലോകപ്രശസ്തരായ വിവിധ കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണാൻ കഴിയും. ഈ ആൽബർട്ടീന മ്യൂസിയത്തിൽ വന്നാൽ ഒപ്പേറ ഹൗസിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. നല്ല ഫോട്ടോയ്ക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. സന്ധ്യയായി ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിടിലം ആംബിയൻസ് ആയിരിക്കും ഇവിടെ. അപ്പോൾ വിയന്നയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സഹാ തോത്ത് എന്ന് പറയുന്ന ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് സാഹ എന്ന് പറയുന്ന ഹോട്ടലുണ്ട് ഇവിടെ. ലോകപ്രശസ്തമായ സാഹാ തോർത്തെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഉറവിടം വിയന്നയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏതോ കൊട്ടാരത്തിനകത്ത് കയറിയൊരു പ്രതീതിയാണ്. സിറ്റി ടൂർ നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനും വല്ലതും കുടിക്കാനോ കഴിക്കാനോ ഒക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ഫുൾ എനർജിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഈ റിംഗ് റോഡിന് സമാനമായി തന്നെ ഇവിടെ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കുമായിട്ടുള്ള വഴിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വിയന്നയിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് വിയന്നയിലെ ഫോക്സ് ഗാർഡൻ എന്ന് പറയുന്നത്. വിയന്നയിൽ ഒരുപാട് ഗാർഡനുകളൊക്കെ ഉണ്ട്. ഈ സിറ്റി ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വേനൽക്കാലത്തൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് പച്ചപ്പിലോട്ടും അതുപോലെ ഒരുപാട് പൂക്കളുള്ളതൊക്കെ ഒരുപാട് ഗാർഡൻസ് ഉണ്ട്. അതാണ് വിയന്നയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിയന്ന സിറ്റിക്കകത്താണ് ആൾക്കാർ താമസിക്കുന്നതെന്നുണ്ടെങ്കിലും പ്രകൃതിയിലോട്ട് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. നഗരത്തിലുള്ള യാത്ര പലപ്പോഴും എന്നെ തളർത്താറുണ്ട്. പക്ഷേ വിയന്ന നഗരം എന്നും എനിക്കൊരു പ്രചോദനമാണ്. ഓസ്ട്രിയൻ രാജ്യത്തിൻ്റെ ദേശീയ തിയേറ്ററായിട്ടുള്ള ബുർഗ് തിയേറ്റർ. പാശ്ചാത്യ രീതിയിലുള്ള നാടകങ്ങൾക്ക് ഓസ്ട്രിയയിൽ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള നാടകങ്ങൾ അരങ്ങേറുന്ന ഒരു പ്രധാന തിയേറ്ററാണ് ബുർഗ് തിയേറ്റർ. വിയന്നയിലെ പ്രധാനപ്പെട്ടതും നോൺ റിലീജിയസ് ആയിട്ടുള്ളതുമായ കെട്ടിടമാണ് വീനർ റാത്ത് ഹൗസ് എന്ന് ജർമ്മൻ ഭാഷയിൽ പറയുന്ന വിയന്ന ടൗൺ ഹാൾ. ഇതാണ് ഓസ്ട്രിയൻ പാർലമെന്റ്. ജനാധിപത്യം നിലനിൽക്കുന്ന ഓസ്ട്രിയയിൽ 5 വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പല തവണ പുതുക്കിപ്പണിയേണ്ടി വന്ന മന്ത്രിസഭയിൽ 2019 അവസാനം മുതൽ 35-കാരനായ സെബാസ്റ്റ്യൻ കൂസ് ആണ് ഓസ്ട്രിയൻ പ്രധാനമന്ത്രി. വിയന്ന നഗരം പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ കൊണ്ട് നന്നായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ബസ്സിലോ ട്രാമിലോ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലോ ഒക്കെ ആയിട്ട് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ വിയന്നയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൻ്റെയോ മെട്രോ ട്രെയിനിൻ്റെയോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാം. നഗരത്തിലെ ചിലവ് നോക്കിയാൽ 24 മണിക്കൂർ നഗരത്തിനുള്ളിലെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിന് €8, അതായത് ഏകദേശം 640 രൂപയാണ്. യൂറോപ്യൻ സിറ്റികളിലൊക്കെ ഏറ്റവും ചിലവ് കുറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു തുർക്കിഷ് ഭക്ഷണമാണ് കെബാബ്. പ്രത്യേകതരം ബ്രെഡിൽ ഷവർമ്മയ്ക്ക് അരിയുന്ന പോലെയുള്ള ചിക്കനും സലാഡും ഒക്കെ നിറച്ച ആ ഭക്ഷണത്തിന് ഏകദേശം 400 രൂപ മുതൽ മുകളിലോട്ടാവും. വിയന്നയിൽ ഒരു രാത്രി ഹോട്ടലിൽ തങ്ങുന്നതിന് ഒരാൾക്ക് 4000 രൂപ മുതൽ മുകളിലോട്ടാവും. ഒരു ഹോസ്റ്റൽ നോക്കിയാൽ 2000 രൂപ മുതലും പബ്ലിക് ശൗചാലയം ഉപയോഗിക്കുന്നതിനും വേണം 80 രൂപ.
അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് ട്രെയിനായിട്ടുള്ള ഊബാൻ എന്നുള്ള ട്രെയിനിലാണ് നമ്മളിപ്പോൾ 15 മിനിറ്റ് യാത്രയുണ്ട്. ഇതാണ് സെൻറ്റ് ചാൾസ് ചേർച്ച്. ജർമ്മനിൽ ഇതിന് കാൾസ്കിർഹെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. റോമൻ കത്തോലിക്ക പള്ളിയായ കാൾസ്കിർഹെ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. വിയന്നയിലെ കെട്ടിടങ്ങൾ തന്നെയാണ് അടുത്ത പ്രത്യേകത. എല്ലാം ഏകദേശം സമാന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഭാഗികമായി നശിച്ചുപോയ നഗരം അതേ സൗന്ദര്യത്തോടു കൂടി തന്നെയാണ് പുതുക്കി പണിതെടുത്തിരിക്കുന്നത്. ഇവിടെ നഗരത്തിനകത്തും ഇഷ്ടമുള്ള പോലെ ആർക്കും കെട്ടിടങ്ങൾ പണിതുയർത്താനൊന്നും അനുവാദമില്ല. സമീപത്തുള്ള നിർമ്മിതികൾക്ക് സമാനമായ കെട്ടിടം മാത്രം പ്രത്യേക അനുമതിയോടുകൂടി മാത്രം നിർമ്മിക്കാം. വിയന്നെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. പല പല മേഖലകളിൽ പല പല ഫാക്ടേഴ്സ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സംഗീതത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും നഗരമെന്നറിയപ്പെടുന്ന വിയന്നയിലെത്തിയാൽ നമ്മളും അറിയാതെ സംഗീതത്തെ സ്നേഹിക്കാനും സ്വപ്നങ്ങൾ കാണാനും തുടങ്ങും. Poland. You both come together. Okay, what is your name? Patricia. Olivia Patricia. അടുത്തത് നമുക്ക് നാഷ് മാർക്കിലോട്ട് പോവാം. മാർക്കറ്റ് എന്നാൽ മാർക്കറ്റ് എന്നാണ് അർത്ഥം. വിയന്നയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഈ മാർക്കറ്റിൽ 120ഓളം മാർക്കറ്റ് സ്റ്റാൻഡുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇന്ത്യൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെ സാധനങ്ങളും ആഹാരങ്ങളും നമുക്കിവിടെ കിട്ടും. ഇവിടത്തെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ആക്ച്വലി ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയും മോസറല്ല ചീസും എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോൾ ടോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോസ്റ്റും കഴിക്കാനുള്ളൊരു മൂഡല്ല, ടോസ്റ്റും ചിപ്സും എന്തായാലും ഇത് കഴിക്കാം. സാധാരണയായിട്ട് കേട്ടുവരുന്ന ഒരു ചോദ്യമാണ് വിയന്ന സന്ദർശിക്കാൻ ഏത് സമയമാണ് അനുയോജ്യം എന്നുള്ളത്. അങ്ങനെ ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ കാലാവസ്ഥകളിലും ഓരോ സൗന്ദര്യമാണ് ഈ നഗരത്തിന്. എന്നിരുന്നാലും ഏപ്രിൽ, മെയ്, ജൂൺ സമയങ്ങളിലൊക്കെ വന്നാൽ പൂക്കളും പച്ചപ്പ് നിറഞ്ഞ വിയന്നയൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതല്ല ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നഗര സന്ദർശനത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലേക്ക് വന്നാൽ കളറുമാറും മരങ്ങളൊക്കെ നിറഞ്ഞ വിയന്ന നഗരത്തിലെ ഉദ്യാനങ്ങളും മറ്റു കാഴ്ചകളുമൊക്കെ ആസ്വദിക്കാം. പക്ഷേ ഈ സമയം തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഫുള്ളോവറോ ജാക്കറ്റോ ഒക്കെ ഇല്ലാതെ നമുക്ക് ഈ ചെറു തണുപ്പിൽ യാത്ര ചെയ്താൽ അസുഖങ്ങളൊക്കെ വരുന്നത് സർവ്വസാധാരണമാണ്. വിയന്നയിലെ പ്രാത്തർ പാർക്കും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ പാർക്ക് ഇവിടെയുള്ളവർക്ക് സ്വപ്നങ്ങളും നൊസ്റ്റാൾജിയൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ്. വിയന്ന നമ്മൾ ഇന്റർനെറ്റിൽ അടിക്കുമ്പോൾ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതികളിലൊന്നാണ് ഈ ഇവിടുത്തെ ജയൻറ്റ് വീൽ അല്ലെങ്കിൽ റീസൺ റാഡ് എന്ന് ജർമ്മനി പറയുന്ന ഈ നമ്മുടെ ചക്രം. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറിയിട്ട് അതിലൊന്നുള്ള നമ്മുടെ സിറ്റിയിലോട്ടുള്ള ഒരു വ്യൂ കൂടെ നമുക്കൊന്ന് കാണാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് അഡൽട്ടിൻ്റെ റേറ്റ് വരുന്നത് 12 യൂറോ ആണ്. ഏകദേശം ഒരു 960, 1000 രൂപ കൂട്ടാം. കൊച്ചുങ്ങൾക്ക് വരുന്നത് 5 യൂറോ, 840, ഒരു 400-450 രൂപയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് മഴവില്ല് മലയാള സിനിമയിൽ ലാലു അലക്സ് ചേട്ടനും ചാക്കോച്ചനും ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ പ്രാത്തർ. കോവിഡൊക്കെ ആയതുകൊണ്ടിട്ട് തിരക്ക് വളരെ കുറവാണ്. ഒരു സിറ്റിയുടെ തുടക്കവും ഒടുക്കവും മുകളിൽ നിന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. കുട്ടികളുമായിട്ട് വരുന്നവർക്കും കുറച്ച് സമയമുള്ളവർക്കൊക്കെ ഇവിടെ ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചാലും ബോറിംഗ് ആവത്തില്ല. ലോകപ്രശസ്തമായ ഈ ജയൻറ്റ് വീൽ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പതിയെയുള്ള ഒരു യാത്ര, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും സ്ഥലങ്ങളൊക്കെ കട്ടയ്ക്ക് ഓടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു തീർക്കാം. പക്ഷേ നമ്മുടെ കിളി പോവും. 2 ദിവസമെങ്കിലും ഫുൾ ഡേ, അതായത് ഒരു 3-4 നൈറ്റൊക്കെ ഇവിടെ തങ്ങാൻ സമയമുണ്ട്. പറ്റിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് സിറ്റിയൊക്കെ കറങ്ങി കണ്ടിട്ട് പോവാം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിൽ കൂടുതൽ നൈറ്റിനായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹോട്ടലുകളെക്കാൾ കുറച്ചുകൂടെ ചീപ്പ് അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. പ്രോസിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെയൊക്കെ താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ മലയാളികൾ കേരളത്തിന് പുറത്തുള്ള ഏത് സ്ഥലത്ത് യാത്ര പോയി കഴിഞ്ഞാലും ആദ്യം നോക്കുന്നത് എവിടെ ഒരു മലയാളി കട ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രോസി റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാടൻ രീതിയിലുള്ള ഒരുപാട് ആഹാരങ്ങളൊക്കെ കിട്ടും.
ഇവിടെ നമുക്ക് നാട്ടിലുള്ള നമ്മുടെ ഒരു മലയാളി ചേട്ടനാണ് കുക്ക്. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മനീഷ് ചേട്ടൻ. പുള്ളി നല്ല കിടിലമായിട്ട് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. ഓർഡർ ചെയ്തേക്കുന്ന സാധനങ്ങളൊന്ന് കാണിക്കാം. നമ്മുടെ ഉള്ളിവട, ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. മലബാർ മട്ടൻ കറിയുണ്ട്. നമ്മുടെ നാടൻ തലശ്ശേരി ബിരിയാണി നമ്മുടെ മനീഷ് ചേട്ടൻ നല്ല കിടിലായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തലശ്ശേരി ബിരിയാണി, ബിരിയാണി അങ്ങനെ ഓരോ ഫുഡുകൾ നമ്മളിവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും. നല്ല ഫുഡാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് ആരെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ സിറ്റി ടൂർ നമ്മളെ പലപ്പോഴും തളർത്താറുണ്ട്. ഈ വീഡിയോ ഒന്ന് ഓർഡറിലാക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പാടുപെട്ടു. ഒരുപാട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ടൂർ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. ബൈ ബൈ. കേൾക്കാത്ത കഥകൾക്കായി കാതോക്കാം. ഉയരങ്ങൾ താണ്ടി പറക്കാവുന്നായി. യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി.